ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് എനിക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. കണവ മത്സ്യം. നമ്മൾ കണവ എന്നാണ് ട്രിവാൻഡ്രത്തൊക്കെ പറയുന്നത്. അപ്പോൾ കണവ കിട്ടിയപ്പോൾ അവിയൽ വയ്ക്കാം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കണവയുടെ അവിയൽ തോരനും വറുത്തരച്ചുള്ള തീയിലൊക്കെ വയ്ക്കും. ഇത് അവിയലാണ് ഞാൻ വയ്ക്കുന്നത്. എൻ്റെ അമ്മായിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കണവ. കാല് സുഖമില്ലാതെ കിടക്കുകയാണ്, അമ്മായിക്കും കൊണ്ടു കൊടുക്കണം. അതുകൂടെ ഉദ്ദേശിച്ചാണ് ഞങ്ങളിന്ന് കണവ വാങ്ങിച്ചത്. ആദ്യമായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് കണവ എടുക്കുന്നു. അത് കഴുകുന്ന വിധം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെന്ന് വെച്ചാൽ അതിലൊരു കട്ടുണ്ട്, കറുത്ത ഒരു നമുക്ക് ഉള്ളിൽ പോയാൽ വയറൊക്കെ വേദനിക്കുന്ന ഒരു വിഷം പോലത്തെ ഒരു കറുത്ത സാധനമുണ്ട്. അതിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് അതിനെ കളയണം. മീനിലൊന്നും അത് ആകാൻ പാടില്ല. അതിനുശേഷം അതിൻ്റെ നഞ്ച് പോലൊരു സാധനമുണ്ട്, അതെടുത്ത് കളയണം. ഇത്രയൊക്കെ എടുത്ത് വളരെ സൂക്ഷിച്ച് വേണം കളയാൻ. അത് ഈ വെള്ളത്തിലൂടെ കലരാൻ പാടില്ല. വേറെ അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമുക്ക് ബാക്കി കൂട്ടുകളുണ്ടാക്കാം. തേങ്ങ ചിരവണം. തേങ്ങ ചിരവി കുറച്ച് കൂടുതൽ തേങ്ങ വേണം. എന്തെന്ന് വെച്ചാൽ അവിയലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ വേണം. തേങ്ങ ചിരകി എടുത്തതിന് ശേഷം നമുക്കിതിനെ അരയ്ക്കാം. ഇതിൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, കറണ്ടില്ല. അപ്പോൾ ഇന്ന് അമ്മിയിലാണ് അരയ്ക്കേണ്ടി വന്നത്. അത് കാരണം അമ്മിയെല്ലാം വല്ലപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അമ്മിയെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മി ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പുളി, ഇത്രേ അരയ്ക്കുന്നുള്ളൂ. കാരണം ഉള്ളി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഉള്ളി നമ്മളിതിലോട്ട് അരച്ചില്ല. ഒരുവിധം അരച്ചെടുത്താൽ മതി. നല്ല മഷി പോലെ അരയേണ്ട, അവിയൽ പരുവത്തിന് അരച്ചെടുത്താൽ മതി. അതിന് ശേഷം ഉള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളത്തിൽ കണവ വെന്താൽ മതി. കാരണം കണവിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണവയെ നമ്മൾ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മുരിങ്ങയ്ക്ക, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. അവിയലായതുകൊണ്ടാണ് മുരിങ്ങയ്ക്ക ഇട്ടത്. തിളച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കണം. അതിൻ്റെ സത്തപ്പം വേഗം ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. നിർബന്ധമായിട്ട് ഇടേണ്ടതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും. നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നൊരു സാധനമാണ് കണവ. കണവയ്ക്ക് ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. അതിനുശേഷം ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് പാകമല്ലെങ്കിൽ വീണ്ടും നമുക്കിടാം. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ നോക്കി. പിന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഇത് നല്ല കുറുകി വരണം. കാരണം അവിയൽ പരുവ നമ്മൾ മലക്കറി അവിയൽ വയ്ക്കും പോലെ തന്നെയാണ്, അതിൻ്റെ ഒരു പരുവത്തിലേക്ക് വരണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടേയിരിക്കണം. ചെറുതീയിലോ ഒരു മീഡിയം തീയിൽ വെച്ച് വേവിച്ചാൽ മതി. കുറച്ച് വേവുള്ള സാധനം കൂടെയാണ് കണവ. എന്നിരുന്ന് വെള്ളം ആരും കൂട്ടി വെക്കണ്ട. തിളച്ച് കുറേശ്ശെ കുറുവ കൊണ്ടുപോകാനായിട്ട് പാത്രത്തിലേക്ക് ആക്കണം. വിളമ്പി അമ്മായിക്ക് കൊടുക്കണം. എന്നിട്ട് അവിടുത്തെ പ്രതികരണം അറിയണം. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് ചോദിക്കണം. ഹസ്ബൻഡ് പോകുമ്പോൾ. ബൈ, സി യു, നാളെ കാണാം.